ഒന്നടങ്കം ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഇറാൻ അമേരിക്ക സംഘർഷം പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അമേരിക്കയുമായുള്ള നയതന്ത്ര ചർച്ചകൾക്ക് തങ്ങൾ ഇപ്പോഴും തയ്യാറാണെന്നും എന്നാൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന യുദ്ധമുണ്ടായാൽ അതിനെ നേരിടാൻ രാജ്യം പൂർണ്ണ സജ്ജമാണെന്നും ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി വ്യക്തമാക്കിയതോടെ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യം അതീവ സങ്കീർണമായിരിക്കുന്നു. നയതന്ത്രവും യുദ്ധസന്നദ്ധതയും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇറാന്റെ ഈ നിലപാട് വാഷിംഗ്ടണിനുള്ള ശക്തമായ സന്ദേശമായാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാൻ മുഖേന അമേരിക്ക കൈമാറിയ പുതിയ നിർദ്ദേശങ്ങൾക്ക് ഇറാൻ നൽകിയ മറുപടി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം തള്ളിക്കളഞ്ഞതാണ് നിലവിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത്. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണാനുള്ള അവസാനത്തെ ശ്രമത്തെയും അമേരിക്ക അവഗണിച്ചുവെന്ന വികാരമാണ് ഇറാനിയൻ വൃത്തങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. ചർച്ചകൾക്കായി ഒരു മൂന്നാം കക്ഷി മധ്യസ്ഥത വഹിച്ചിട്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണയില്ലായ്മ പശ്ചിമേഷ്യയെ വീണ്ടും ഒരു മുൾമുനയിലേക്ക് നയിച്ചിരിക്കുകയാണ്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ തികച്ചും യുക്തിരഹിതമാണെന്നാണ് ഇസ്മായിൽ ബഗായി കുറ്റപ്പെടുത്തുന്നത്. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിക്കാത്ത ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറല്ല. തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾക്കും തന്ത്രപരമായ സുരക്ഷാ കാഴ്ചപ്പാടുകൾക്കും അനുസൃതമായ മറുപടിയാണ് ഇറാൻ നൽകിയത്. എന്നാൽ അത് ഉൾക്കൊള്ളാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറാകാത്തത് മേഖലയിലെ സ്ഥിരതയെയും സുരക്ഷയെയും തകർക്കുന്നുവെന്ന് ഇറാൻ ആരോപിക്കുന്നു. ട്രംപിന്റെ നയങ്ങൾ പലപ്പോഴും പ്രവചനാതീതമാണെന്നത് ഇറാനെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കുന്നു. മുൻപ് ഇറാൻ ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയത് മുതൽ തുടങ്ങിയ അവിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നയതന്ത്രം വിജയിക്കണമെങ്കിൽ ഇറാന്റെ പരമാധികാരവും തന്ത്രപരമായ ആശങ്കകളും അമേരിക്ക മാനിക്കണമെന്ന് ടെഹ്റാൻ ആവശ്യപ്പെട്ടു. ആദരവിൽ അധിഷ്ഠിതമായ ചർച്ചകളിലൂടെ മാത്രമേ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയൂവെന്ന് ബഗായി ആവർത്തിച്ചു. മേഖലയിലെ സമാധാനം തകരാൻ കാരണം അമേരിക്കയുടെ ഏകപക്ഷീയമായ നടപടികളാണെന്നാണ് ഇറാന്റെ പക്ഷം. ഇറാന്റെ മറുപടി തികച്ചും അളന്നു മുറിച്ചുള്ളതായിരുന്നുവെന്നും സമാധാനത്തിനായുള്ള കൃത്യമായ വഴി അതിലുണ്ടായിരുന്നുവെന്നും അവർ അവകാശപ്പെടുന്നു. എന്നാൽ ട്രംപ് ഭരണകൂടം കൂടുതൽ കടുത്ത ഉപരോധങ്ങളിലേക്കും സൈനിക നീക്കങ്ങളിലേക്കും നീങ്ങുന്നത് ചർച്ചകളുടെ വഴി അടയ്ക്കാൻ കാരണമാകുന്നു. ഇത് അന്താരാഷ്ട്ര നയതന്ത്ര ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ ലോകത്തിനു മുന്നിൽ ചൂണ്ടിക്കാട്ടി. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥ ഇപ്പോൾ അപകടത്തിലാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഗൾഫ് മേഖലയിൽ വിന്യസിക്കപ്പെടുന്നതും ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ സജ്ജമാക്കപ്പെടുന്നതും ഒരു വലിയ സ്ഫോടനത്തിന് വഴിമരുന്നിടും. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെടുന്നത് ഈ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. സൈനികമായ കരുത്ത് പ്രകടിപ്പിക്കാൻ ഇറാൻ ഒരിക്കലും മടിക്കില്ല എന്ന വിദേശകാര്യ വക്താവിന്റെ വാക്കുകൾ അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെ കുറച്ചൊന്നുമല്ല സമ്മർദ്ദത്തിലാക്കുന്നത്. ഇറാന്റെ ദേശീയ താൽപര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു ഉടമ്പടിക്കും രാജ്യം തയ്യാറല്ല. തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയും മേഖലയിലെ സ്വാധീനവും സംരക്ഷിക്കപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അമേരിക്കയുടെ യുക്തിരഹിതമായ സമ്മർദ്ദങ്ങൾ ഇറാന്റെ നിശ്ചയദാർഢ്യത്തെ വർദ്ധിപ്പിക്കുകയുള്ളൂ. ചർച്ചയുടെ വാതിൽ അടച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ആ വാതിൽ അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ തുറക്കില്ല എന്ന മുന്നറിയിപ്പും ഇതിലുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഈ സംഭവവികാസങ്ങളെ അതീവ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. യുദ്ധമുണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം മേഖലയിലെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. വ്യാപാര മേഖലയും എണ്ണ വിപണിയും തകരാൻ ഇത്തരം രാഷ്ട്രീയ സ്തംഭനാവസ്ഥ കാരണമാകും. അതിനാൽ തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ നയതന്ത്ര മുരടിപ്പ് മാറണമെന്നത് ലോകരാഷ്ട്രങ്ങളുടെ കൂടി ആവശ്യമാണ്. എന്നാൽ ട്രംപ് തന്റെ കർക്കശമായ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടു പോകാൻ തയ്യാറായിട്ടില്ല. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ളതായിരുന്നുവെന്ന് ബഗായി വിശദീകരിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളെ ഒരു ഭീഷണിയായി ചിത്രീകരിക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ ഇറാൻ ശക്തമായി പ്രതിരോധിക്കുന്നു. ദേശീയ താൽപര്യങ്ങൾ ബലികഴിച്ചുള്ള സമാധാനത്തെ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. പരമാധികാരം സംരക്ഷിച്ചുകൊണ്ടുള്ള ഏത് നീക്കത്തോടും സഹകരിക്കാൻ തങ്ങൾ സന്നദ്ധമാണെന്ന നിലപാടാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഭാവിയിൽ അമേരിക്കയുമായുള്ള ചർച്ചകൾ നടക്കണമെങ്കിൽ അമേരിക്കയുടെ സമീപനത്തിൽ മാറ്റം വരണമെന്നാണ് ഇറാൻ പറയുന്നത്. തങ്ങളുടെ സ്ട്രാറ്റജിക് കൺസേണുകൾ അഥവാ തന്ത്രപരമായ ആശങ്കകൾ എന്തൊക്കെയാണെന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്നത് സമയം പാഴാക്കലാണെന്ന് അവർ കരുതുന്നു. അമേരിക്കയുടെ ഉപരോധങ്ങൾ ഇറാനെ തളർത്തുന്നുവെന്നത് പാശ്ചാത്യരുടെ വെറും വ്യാമോഹം മാത്രമാണെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. സൈനികമായ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് കേവലം ഒരു പ്രാദേശിക യുദ്ധമായി ഒതുങ്ങില്ല. അത് ആഗോളതലത്തിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. ഇറാന്റെ അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് വലിയ ഭീഷണിയാണ്.
സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഇറാൻ യുദ്ധമുണ്ടായാൽ അതിക്രൂരമായ തിരിച്ചടി നൽകാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നയതന്ത്രത്തിൽ വിശ്വസിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ ഇറാനോട് സംസാരിക്കാൻ തയ്യാറാകണമെന്ന് ടെഹ്റാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. അമേരിക്കയുടെ വാദങ്ങൾ മാത്രം കേൾക്കാതെ സത്യസന്ധമായ വസ്തുതകൾ വിശകലനം ചെയ്യാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണം. അമേരിക്കയുടെ യുക്തിരഹിതമായ ആവശ്യങ്ങൾ ലോക സമാധാനത്തിന് ഭീഷണിയാണെന്ന് ഇറാൻ ആവർത്തിച്ചു. ചർച്ചയിലൂടെയുള്ള പരിഹാരം മാത്രമാണ് എല്ലാവർക്കും ഗുണകരമാകുക. ട്രംപ് ഭരണകൂടം പാകിസ്ഥാൻ മുഖേനയുള്ള നിർദ്ദേശം തള്ളിയത് നയതന്ത്ര തലത്തിൽ ഒരു വലിയൊരു തിരിച്ചടിയാണ്. സമാധാനത്തിനുള്ള വലിയൊരു അവസരമാണ് ഇതിലൂടെ നഷ്ടമായത്. ഇറാൻ നൽകിയ മറുപടിയിലെ സുപ്രധാന പോയിന്റുകൾ ചർച്ച ചെയ്യുന്നതിന് പകരം അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞത് അമേരിക്കയുടെ അഹന്തയാണെന്നാണ് ഇറാന്റെ ആരോപണം. ഈ നിഷേധാത്മക സമീപനം മേഖലയെ കൂടുതൽ ഇരുട്ടിലേക്ക് നയിക്കുകയേ ഉള്ളൂ. ഇസ്മായിൽ ബഗായുടെ വാക്കുകളിൽ ഇറാന്റെ ആത്മവിശ്വാസം പ്രകടമാണ്. ഒരു വശത്ത് ചർച്ചയ്ക്കുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോഴും മറുവശത്ത് പ്രതിരോധ നിര ശക്തമാക്കുകയാണ് ഇറാൻ. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ ആരെയും കൈവയ്ക്കാൻ അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയമാണ് ഈ പ്രസ്താവനകളുടെ അന്തസത്ത. ഇത് അമേരിക്കയെ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കേണ്ട കാര്യമാണ്. ഹോർമൂസ് കടലിടുക്കും പേർഷ്യൻ ഗൾഫും വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലായിരിക്കുന്നു. ഇറാൻ നയതന്ത്രത്തിന്റെ പാത തുറന്നിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെ യുക്തിരഹിതമായ നിലപാടുകൾ അതിനെ തടസ്സപ്പെടുത്തുന്നു. പശ്ചിമേഷ്യയിലെ സ്ഥിരത ഇപ്പോൾ വാഷിംഗ്ടണിന്റെ കൈകളിലാണ്. യുക്തിസഹമായ നിലപാടുകൾ സ്വീകരിച്ചില്ലെങ്കിൽ സമാധാനം എന്നത് ഈ മേഖലയിൽ ഒരു വിദൂര സ്വപ്നമായി മാത്രം അവശേഷിക്കും. ആയുധങ്ങൾ സംസാരിക്കുന്നതിനു മുൻപ് നയതന്ത്രം വിജയിക്കട്ടെ എന്നാണ് ലോകം ആഗ്രഹിക്കുന്നത്.